ചെമ്പനിപ്പൂ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം രേവതി എല്ലാവരെയും കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. സച്ചിയും അതുപോലെ തന്നെ രവിയും ഒരുമിച്ചാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. രവി ഇരുന്ന ഉടനെ തന്നെ ചന്ദ്രമതിയും അരികിൽ ചെന്ന് ഇരിക്കുന്നുണ്ട്. ചന്ദ്രമതി വന്ന് ഇരുന്നത് കൊണ്ട് രവിയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോവാണ്. ഇത് കണ്ട രവിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ ഭക്ഷണം കഴിക്കാത്തതെന്ന്. ഇപ്പൊ എനിക്ക് വേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മുറിയിലേക്ക് പോവാണ്. ഇത് കണ്ട ചന്ദ്രയ്ക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. പക്ഷേ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുവാണ്. ശ്രുതിയും സുധിയും അതുപോലെ സച്ചി അവിടെ കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും ശ്രീകാന്തും വർഷയും അവിടെ വന്നിരിക്കുവാണ്. രേവതി ചേച്ചി ഇന്ന് പൂരിയാണോ ഉണ്ടാക്കിയത്? ഞാനും ശ്രീകാന്തിന്റെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചേച്ചി ഇന്ന് കുക്ക് ചെയ്യില്ല എന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചത്. നടന്ന പ്രോബ്ലം കൊണ്ട് ചേച്ചി മൂഡ് ഓഫ് ആയിരിക്കുന്നതാണ് കരുതിയേ. ഞാൻ എന്തിനാണ് വർഷയെ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് രേവതി ചോദിക്കുമ്പോൾ, അതൊന്നുമില്ല രേവതി ചേച്ചി, ആന്റി ആഭരണങ്ങളെല്ലാം ചേച്ചിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചല്ലോ, അതില് ചേച്ചി അപ്സെറ്റ് ആവുന്നുള്ള കാര്യമാണ് ഞാൻ കരുതിയത്. ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ദേഷ്യം പിടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി പോയേനെ. വർഷ ആ കാര്യം പറയുന്നത് ഒരു കൂസലും ഇല്ലാതെയാണ്. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ വർഷ പറഞ്ഞ വാക്ക് കേട്ടിട്ട് ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നൊക്കെയുണ്ട്. എന്ത് ചെയ്യാനാണ് വർഷയെ, അവൾക്ക് അങ്ങനെ ചിന്തിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് ഓരോരുത്തര് അവളുടെ തലയിൽ കയറിയിട്ട് കബഡി കളിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് ശ്രീകാന്തും പറയുന്നുണ്ട്, ചേച്ചിക്ക് ഭയങ്കര ബ്രോഡ് മൈൻഡാണ് എന്നും എന്തായാലും ചേച്ചിയുടെ അത്രയൊന്നും ആർക്കും ക്ഷമ ഉണ്ടാവില്ല. അങ്ങനെ ഓരോരുത്തരായിട്ട് രേവതിയെ കുറിച്ചിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നുണ്ടല്ലോ. ഇവിടെ എന്താടാ അഭിനന്ദനങ്ങൾ നടത്തുന്ന ചടങ്ങാണോ നടക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോ, എടാ ഓടിപ്പോയവനെ, നീ അവളുടെ സ്വർണം എടുത്തോണ്ട് പോയിട്ട് വിറ്റില്ലേ, അത് അത്ര വലിയ കാര്യമായിട്ട് അവൾ എടുത്തിട്ടില്ലല്ലോ, അങ്ങനത്തെ അവളെ അഭിനന്ദിക്കുക തന്നെ ചെയ്യണ്ടേ. ഇത് കേട്ട് ശ്രുതിയാണെങ്കിൽ, സച്ചി ഞാൻ നിനക്ക് പണം തരാന്നുള്ള കാര്യം പറഞ്ഞില്ലേ, പിന്നെ നിന്റെ പ്രശ്നം എന്താണ്? അതൊക്കെ പണം വരുമ്പോൾ നോക്കിക്കോളാം. പിന്നെ നിനക്ക് ഞാനൊരു അഡ്വൈസ് തരാട്ടോ, നിന്റെ ആഭരണങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് നന്നായിട്ട് സൂക്ഷിച്ച് ലോക്കറിനകത്തിട്ട് പൂട്ടി കീ നിന്റെ കയ്യിൽ വെച്ചോ, അല്ലെങ്കിൽ ഇവൻ എപ്പോഴും അത് എടുത്തോണ്ട് ഓടുക എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞ് സച്ചി കൈ കഴുകുവാണ് കേട്ടോ. നീ ആവശ്യമില്ലാതെ സംസാരിക്കേണ്ട സച്ചി, നിന്റെ പണം നിന്റെ കയ്യിൽ വന്ന് ചേരും. അത് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണല്ലോ. ഒരുപാട് നാളായിട്ട് ഒരുത്തൻ ഇവിടെ വായിൽ വട ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നീ മുറുക്കും ബജ്ജി ഒന്നും ചുടാണ്ടിരുന്നു കഴിഞ്ഞാൽ നല്ല കാര്യം എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് പോവുകയാണേ. അതേസമയം റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് രവി പുറത്തേക്ക് വരുന്നത്. ഇത് കണ്ട സച്ചി ചോദിക്കുന്നുണ്ട്, അച്ഛൻ എങ്ങോട്ടാ പോകുന്നതെന്ന്. ഞാൻ ഇവിടെ അടുത്ത് വരെ ഒന്ന് പോവാണ് അച്ഛൻ, ഞാൻ കാറിൽ കൊണ്ടാക്കാം എന്ന് സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ, നിനക്ക് പോകാൻ വേണ്ടി സമയമായില്ലേ, നീ പോകാൻ വേണ്ടി നോക്ക്, ഞാൻ ഇവിടെ അടുത്തേക്കാണ് പോകുന്നത്. രേവതി ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. രേവതിയുടെ അടുത്ത് യാത്ര പറഞ്ഞ് പോകുന്നത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അല്ല അമ്മേ, സാധാരണ അച്ഛൻ എവിടേക്ക് പോവാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടാണല്ലോ പോകുന്നത്, ഇത്തവണ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് മുഴുവനാക്കുന്നതിന് മുമ്പ്, എന്ത് ചെയ്യാനാ ശ്രീകാന്ത്, അവര് എന്റെ അടുത്ത് സംസാരിക്കില്ല എന്നുള്ള കാര്യം തീരുമാനിച്ചല്ലോ. ഇവിടെ മറ്റുള്ളവർ വിചാരിക്കുന്നത് പോലെയാണല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് രേവതിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ് കൈ കഴുകാൻ പോവാണ് ഭക്ഷണം കഴിക്കാതെ. ഇത് കണ്ട രേവതി, അമ്മ എന്താ ഭക്ഷണം കഴിക്കാതെ പോകുന്നത്? നിങ്ങളല്ലേ ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നത്, നീയും നിന്റെ ഭർത്താവും നന്നായിട്ട് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കഴുകുവാണ് ചന്ദ്ര. രേവതി, നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? അവര് ഇങ്ങനെ സംസാരിക്കുള്ളൂ എന്നുള്ള കാര്യം നിനക്കറിയില്ലേ? അതല്ല അമ്മ ഭക്ഷണം കഴിക്കാതെ എന്ന് പറഞ്ഞിട്ട് രേവതി വീണ്ടും പഞ്ചഭാവമാണ്. സച്ചി അത്രയും പറഞ്ഞിട്ടും രേവതിക്ക് ഒരു ഉടുപ്പില്ലാത്ത മാതിരി വീണ്ടും അമ്മേന്റെ പുറകെ പോവാണ് അമ്മയെന്ന് വിളിച്ചിട്ട്. പക്ഷെ സച്ചി ആണെങ്കിൽ തടഞ്ഞു നിർത്തിയിട്ട്, അവര് ഭക്ഷണം കഴിക്കാതെ പോകുന്നതിന് നിനക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? നീ അങ്ങോട്ടേക്ക് ഒന്ന് നോക്ക്, അച്ഛനമ്മയും സംസാരിക്കാതിരിക്കുന്നത് താൻ കാരണം എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ 5-6 പൂരി അമ്മയ്ക്കൊണ്ടിരിക്കുന്നത് കണ്ടോ എന്ന് ശ്രുതിയെ നോക്കി പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് പോവുകയാണേ. അത് കേട്ട് ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയും, മതി ശ്രുതി കഴിച്ചത്, വാ നമുക്ക് പോയെന്ന് പറയുന്നുണ്ട്. ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടില്ല, മതി കഴിച്ചതെന്ന് പറഞ്ഞിട്ട് വലിച്ച് അവിടുന്ന് കൊണ്ടുപോവാണ് ശ്രുതിയെ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ശ്രീകാന്തും അതുപോലെ വർഷയും കൂടി പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട്, ചേച്ചി ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും വർഷയുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട് വർഷയെന്ന് പറയാണ്. ശരി വർഷ, നീ ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചിട്ട് വാ, ഞാൻ അപ്പോഴേക്കും ബൈക്ക് എടുക്കാം എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അവിടുന്ന് പോവാണ്. അങ്ങനെ വർഷയുടെ അടുത്ത് പറയുന്നത് മറ്റൊന്നുമല്ല, ഇവിടെ നടന്ന വിഷയങ്ങൾ വർഷയെ നീ നിന്റെ വീട്ടിൽ പോയിട്ട് പറയരുതെന്ന് പറയാണേ. എന്ത് കാര്യത്തെക്കുറിച്ചാണ് രേവതി ചേച്ചി പറയുന്നത്? അല്ല, സ്വർണത്തിന്റെ കാര്യം. ഈ രേവതിയുടെയും അതുപോലെ വർഷയുടെയും സംസാരം ചന്ദ്ര കേൾക്കുന്നുണ്ടേ. അതെന്താ രേവതി ചേച്ചി അങ്ങനെ പറഞ്ഞത്? അല്ല, ഇതില് അമ്മയുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്നുള്ള കാര്യം പറഞ്ഞത്. ഞാൻ എന്തായാലും ഈ കാര്യം വീട്ടിൽ പറയില്ല. ഇതെന്താ ചേച്ചി അത്രയ്ക്ക് വലിയ സീക്രട്ട് ആണോ എന്ന് വർഷയുടെ ചോദ്യത്തിന് മറുപടി ആയിട്ട്, അല്ല വർഷേ, നമ്മുടെ വീട്ടിലെ ചെറിയ ആൾക്കാർ തെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് മാത്രമേ കുറ്റം പറയുള്ളൂ. എന്നാൽ വീട്ടിലെ മുതിർന്ന ആളുടെ പേരിൽ ഒരു തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് വീട്ടിന് മൊത്തം അപമാനമാവുന്ന കാര്യമാണ്. പുറത്ത് പറയാതിരിക്കുന്നതല്ലേ വർഷേ നല്ലത്. അങ്ങനെയാണെങ്കിൽ ചേച്ചി, ചെറിയ ആൾക്കാർ തെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്ത് പറയാൻ വേണ്ടി പറ്റുമോ? ആര് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും രേവതി ചേച്ചി അത് തെറ്റ് തന്നെയാണ്. വർഷേ, നീ പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ
ഈ കാര്യത്തെക്കുറിച്ച് പുറത്തറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും ശ്രുതിയുടെ ഹസ്ബൻഡിനെ ഒന്നും പറയില്ല, അമ്മയാണ് കുറ്റപ്പെടുത്തുക. ഇതിനെക്കുറിച്ച് ആന്റി ആയിരുന്നല്ലോ ചിന്തിക്കേണ്ടത്. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല വർഷേ. നീ എന്തായാലും ഈ കാര്യം വീട്ടിൽ പറയണ്ട. ചേച്ചിയെ പോലെ അത്ര വലിയ മനസ്സൊന്നും എനിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയവർ തെറ്റ് ചെയ്താലും വലിയവർ തെറ്റ് ചെയ്താലും എന്തിന് എന്റെ അമ്മ തെറ്റ് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. പക്ഷേ രേവതി ചേച്ചി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഇത് വീട്ടിൽ പറയില്ല എന്ന് പറഞ്ഞിട്ട് വർഷ അവിടുന്ന് പോവാണേ. ഇത് കേട്ടുകൊണ്ട് റൂമിലിരിക്കുന്ന ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടേ, എന്നെ കുറിച്ച് അവള് പറഞ്ഞിട്ട് പോകുന്ന വർത്താനം കേട്ടില്ലേ, അവളുടെ പണക്കാരിയുടെ അഹങ്കാരം. ഇവളിങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മൈക്കിൽ ഇത് നാട്ടുകാരെ മൊത്തം അറിയിക്കുന്ന തോന്നുന്നത്. പക്ഷേ ഈ രേവതി ഇപ്പൊ നല്ലതാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ വർഷയുടെ അടുത്ത് നല്ല പിള്ള ചമയാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ചെയ്തതെന്നുള്ള കാര്യമാണ് ആലോചിക്കുന്നത്. തുടർന്ന് ഷോറൂമിലിരിക്കുന്ന ശ്രുതിക്കരികിലേക്ക് ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട്, ശ്രുതി ഇന്ന് ഡീലറെ കാണാൻ വേണ്ടി പോകണം എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് പോയില്ലേ എന്ന്? നീ എന്താ ഡള്ളായിട്ടിരിക്കുന്നേ? ശ്രുതി, ഞാൻ കാരണമല്ലേ ഇപ്പോ അമ്മയും അച്ഛനും തമ്മിൽ മിണ്ടാതിരിക്കുന്നത്. എന്നെ സഹായിക്കാൻ വേണ്ടി പോയിട്ട് അമ്മ ഇപ്പോ അച്ഛന്റെ വായിലിരിക്കുന്നത് മൊത്തം കേട്ട്. ഇതൊക്കെ ശ്രുതി കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കണമായിരുന്നു. അപ്പോഴേ എൻ്റെ അടുത്ത് കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഈ പ്രശ്നം ഇത്രയും ദൂരം പോകാൻ വേണ്ടിയിട്ട് ഞാൻ അനുവദിക്കില്ലായിരുന്നു. എൻ്റെ മേലുള്ള ശ്രുതിയുടെ റെസ്പെക്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് താൻ അങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം ശ്രുതി പറയുന്ന സമയത്ത് ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരുടെ മുമ്പിലും നിന്റെ റെസ്പെക്ട് പോയില്ലേ? ഇതുകൊണ്ടാണ് ശ്രുതി ഞാൻ ഒരു കാര്യം എന്നിൽ നിന്ന് മറച്ചു വെക്കരുതെന്ന് പറഞ്ഞത്. എനിക്കറിയാം ശ്രുതി, സോറി. ഇനി ഞാൻ എന്തായാലും അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ ഒരിക്കലും രേവതിയുടെ സ്വർണ്ണം എടുത്ത് വിൽക്കാൻ വേണ്ടി പാടില്ലായിരുന്നു. ഇപ്പോൾ നീയാണെന്നുണ്ടെങ്കിൽ സ്വർണത്തിന്റെ പണം തിരിച്ചു കൊടുക്കുക എന്നുള്ള കാര്യവും പറഞ്ഞില്ലേ? അത് നമ്മൾ എങ്ങനെ ശ്രുതി തിരിച്ചു കൊടുക്കുക? എങ്ങനെയാണെങ്കിലും ശ്രുതി അത് നമ്മൾ തിരിച്ചു കൊടുത്തേ പറ്റൂ. നീ നിന്റെ അച്ഛന്റെ കാശ് എടുത്തോണ്ട് പോയ കാര്യത്തെക്കുറിച്ച് സച്ചി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ രേവതിയുടെ സ്വർണം കൊണ്ടുപോയി വിറ്റു, പണം തിരികെ കൊടുത്തിട്ടില്ലെങ്കിൽ ആ വീട്ടിൽ നമുക്ക് ഒരിക്കലും സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റില്ല. സോറി ശ്രുതി, ഇപ്പോ ഞാൻ കാരണം നീ എല്ലാവരുടെ മുമ്പിലും ഇൻസൾട്ട് ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ശ്രുതി, ആദ്യം ഈ സോറി പറയുന്ന കാര്യം നിർത്ത്. എന്നിട്ട് അടുത്തതായിട്ട് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്ക്. ഉടനെ തന്നെ രേവതിയുടെ സ്വർണത്തിന്റെ ആ പണം ഉണ്ടല്ലോ അത് തിരികെ കൊടുത്താൽ പറ്റുള്ളൂ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പോലീസ് വരുന്നത്. ശ്രുതി, പോലീസ് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവരുടെ അരികിലേക്ക് ചെല്ലുവാണേ ശ്രുതി. പോലീസുകാരൻ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കടയിൽ നിന്ന് സാധനങ്ങൾ മോഷണം പോയിട്ടില്ലായിരുന്നോ എന്ന്. അതെ സർ, എന്താ സാധനങ്ങളെല്ലാം തിരികെ കിട്ടിയോ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ടേ. സാധനങ്ങൾ തിരികെ ഒന്നും കിട്ടിയിട്ടില്ല, അതിനെക്കുറിച്ചിട്ടുള്ള വിചാരണയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കടയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സാധനങ്ങൾ മേടിച്ച ആൾക്കാരാണ് ഇവര്. അത് കേട്ട ഉടനെ ശ്രുതി അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സർ ഇങ്ങനെ മോഷ്ടിച്ച സാധനങ്ങളാണോ നിങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നതെന്ന്? അതെങ്ങനെ സർ ഞങ്ങൾക്ക് അറിയുന്നത്? നിങ്ങൾ ജാഗ്രതയായിട്ട് നിൽക്കണമായിരുന്നു, നിങ്ങളല്ലേ പറ്റിക്കപ്പെട്ടത്. ഇപ്പോ ഇവര് നിങ്ങളുടെ സാധനങ്ങളെല്ലാം തിരികെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവരും പണം കൊടുത്തിട്ടാണല്ലോ ഈ സാധനം മേടിച്ചത്. ആ പണം നിങ്ങൾ ഇവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാധനങ്ങൾ തിരികെ തരാം. ഇത് കേട്ട ഉടനെ ശ്രുതി ചോദിക്കുന്നുണ്ട്, സാർ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞങ്ങളുടെ സാധനങ്ങൾ ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പൈസ കൊടുക്കണമെന്നോ? നിങ്ങൾ മേടിച്ചിരിക്കുന്നത് മോഷ്ടിച്ച സാധനങ്ങളല്ലേ, അതിന് ഞങ്ങൾ ആരുടെ അടുത്തുനിന്നും ഒന്നും മോഷ്ടിച്ചിട്ടില്ലല്ലോ. മോഷ്ടാക്കളുടെ കയ്യിൽ നിന്നും ഞങ്ങൾ പണം കൊടുത്തിട്ടാണ് മേടിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെ പണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആരെടുത്താ പോയി ചോദിക്കേണ്ടത്? സർ, അത് എന്റെ സാധനമാണെന്ന് ശ്രുതി പറയുമ്പോൾ അതിന് ഞാൻ പണം കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് കേട്ട പോലീസുകാരൻ പറയുന്നുണ്ട്, ഇത് നോക്കൂ, നിങ്ങൾ രണ്ടുപേരും പറ്റിക്കപ്പെട്ട ആൾക്കാരാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന സാധനങ്ങൾ ഇവര് കുറഞ്ഞ വിലക്കാണ് മേടിച്ചിരിക്കുന്നത്. ആ കാശ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ അവർ തിരികെ തരാന്ന് പറയുന്നുണ്ട്. ഇപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തണം. ഇപ്പൊ ശ്രുതി നമ്മൾ എന്ത് ചെയ്യുന്നുള്ള കാര്യം എന്താ ചെയ്യേണ്ടെന്ന് അറിയാത്ത മട്ടിൽ ഇങ്ങനെ ശ്രുതിയെ ഇങ്ങനെ നോക്കി നിൽക്കുവാണേ. സാർ, നിങ്ങൾ എത്ര രൂപ കൊടുത്തിട്ടാണ് സാധനങ്ങൾ മേടിച്ചതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം കൂടി ചേർത്തിട്ട് 1 ലക്ഷം രൂപയായി. ശരി, ആ പണം ഞങ്ങൾ തരാം, സാധനങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് തിരികെ തരണം. ശ്രുതി, നീ എന്താ പറയുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ശ്രുതി മിണ്ടാതിരിക്കെ, സർ ഞങ്ങൾ 1 ലക്ഷം രൂപ കൊടുത്തോളാം, ഞങ്ങളെ സാധനങ്ങൾ തിരികെ തന്നാൽ മതി. എന്തായാലും നല്ല കാര്യം, നിങ്ങൾ എത്രയും വേഗം തന്നെ സാധനങ്ങൾ ഇവരുടെ കയ്യിൽ കൊണ്ടുകൊടുത്തിട്ട് ആ 1 ലക്ഷം രൂപ മേടിച്ചോളാൻ വേണ്ടിയിട്ട് പോലീസുകാരൻ വന്ന ആൾക്കാരോട് പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞിട്ട് പോലീസുകാര് കൂടെ വന്നവരുടെ കൂടെ തന്നെ പോകുന്നുണ്ട്. അവർ പോയി കഴിഞ്ഞ ശേഷം ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ശ്രുതി പണം കൊടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞത്? നമ്മുടെ കയ്യിൽ നീലിമ തന്ന കുറച്ച് പണം ബാലൻസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് 1 ലക്ഷം രൂപ ഇവർക്ക് കൊടുക്കാം, 2 ലക്ഷം രൂപ സച്ചിക്കും എടുത്ത് കൊടുക്കാം. ശ്രുതി, അത് നമ്മള് ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു എമർജൻസിക്ക് വേണ്ടിയിട്ട് വെച്ചതല്ലേ. അങ്ങനെ എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം ശ്രുതി. ആദ്യം ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി നോക്കണം. അങ്ങനെ കടയിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം അവിടുത്തെ സ്റ്റാഫുകൾ കേൾക്കുന്നുണ്ടല്ലോ. സ്റ്റാഫുകൾ മാറി എന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇവരുടെ കടയിൽ തന്നെ സാധനങ്ങൾ ഇയാൾ എന്തിനാണ് പണം കൊടുത്തിട്ട് മറ്റാൾക്കാരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്? ഇയാൾ ശരിക്കും നല്ലൊരു കേടിയാണെന്നുള്ള കാര്യം തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ എടാ, നമുക്കൊരു കാര്യം ചെയ്താലോ, ഇവിടുത്തെ സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് പുറത്ത് വിറ്റാലോ? എന്തിനാണ് പുറത്ത് കൊണ്ടുപോയി വിൽക്കുന്നത്, നമുക്ക് ഇവിടെ തന്നെ വിൽക്കാലോ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണേ.
തുടർന്ന് വീട്ടിലാണ് കാണിക്കുന്നത്. രവി എന്തോ ബുക്കൊക്കെ എടുക്കുന്നുണ്ട്. പൊടി തട്ടുന്ന സമയത്ത് പൊടി ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നത് പോലെയും ഭയങ്കരമായിട്ട് ചുമക്കുന്നൊക്കെ ഉണ്ട്. അത് കണ്ട ഉടനെ ചന്ദ്രയാണെങ്കിൽ വേഗം ഓടി ചെന്നിട്ട് വെള്ളം എടുത്ത് വരുന്നുണ്ട്. സച്ചി വരുന്ന സമയത്താണ് ഇത് കാണുന്നത്. അച്ഛൻ എന്ത് പറ്റി അച്ഛാ, ശ്വാസം എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടോ, അച്ഛൻ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് വെള്ളം മേടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പക്ഷെ രവിയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നേ ഇല്ല കേട്ടോ. നന്നായിട്ട് ചുമക്കുന്നുണ്ട്. അമ്മ ഇങ്ങനെ കൈ നീട്ടി നിൽക്കുവാണല്ലോ വെള്ളമായിട്ട്. അച്ഛൻ വെള്ളം മേടിച്ച് കുടിക്കുക അച്ഛ എന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും കയ്യിലുള്ള ബുക്ക് അവിടെ ഇട്ടിട്ട് സ്വയം പോയിട്ട് വെള്ളം എടുത്ത് കുടിക്കാൻ കേട്ടോ ചെയ്യുന്നത്. അച്ഛൻ ചുമക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് രേവതി ടെറസിൽ തുണി എടുക്കാൻ വേണ്ടി പോയതാണ്. താഴേക്ക് വരുന്നുണ്ട്. എന്തു പറ്റി അച്ഛ എന്ന് ചോദിക്കുമ്പോൾ ചെറിയൊരു ചുമ പോലെ. അച്ഛനും ചൂടുവെള്ളം വേണോ? വേണ്ട എന്ന് പറഞ്ഞിട്ട് രവി അവിടെ ഹാളിൽ പോയിരിക്കുവാണ്. ചന്ദ്രയെ ഒന്നും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല കേട്ടോ. ചന്ദ്രയാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് വെള്ളം അവിടെ വെച്ചിട്ട് റൂമിലേക്ക് കയറി പോവാണ്. അത് കഴിഞ്ഞ് രേവതി ചോദിക്കുന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന്. അച്ഛന് നന്നായിട്ട് ചുമയുണ്ടായിരുന്നു. അമ്മ കൊണ്ടുപോയിട്ട് വെള്ളം കൊടുത്തു. പക്ഷെ അച്ഛനത് മേടിച്ചില്ല. എന്താ സച്ചേട്ടാ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അറിയില്ല, അച്ഛൻ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ചെയ്തിട്ടേ ഇല്ല. അച്ഛന്റെ ദേഷ്യം കുറയാത്തത് പോലെ ഉണ്ടല്ലോ സച്ചേട്ടാ. അങ്ങനെ തന്നെ എനിക്കും തോന്നുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയാത്ത മട്ടില് അച്ഛന്റെ ദേഷ്യം കുറയോന്നുള്ള കാര്യം നോക്കാം. തുടർന്ന് കുറച്ച് സമയം കഴിഞ്ഞ് രവി അവിടെ അങ്ങനെ ഇരിക്കുവാണേ. ശ്രുതിയും കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ശ്രുതി വന്ന ഉടനെ തന്നെ അച്ഛ അമ്മ എവിടെയെന്ന് ചോദിക്കുകയാണേ. എനിക്ക് എങ്ങനെയാണ് അറിയുന്നത്? അവൾ എന്താ ചെയ്യുന്നത്, എവിടേക്കാ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിനക്കല്ലേ അറിയുന്നത്? രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അച്ഛ ഞാന് അമ്മ എവിടെയെന്നല്ലേ ചോദിച്ചോളൂ, അത് ഒരു കുറ്റമാണോ? തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് അങ്കിള് ആന്റിയുടെ അടുത്ത് സംസാരിക്കില്ലല്ലോ. ശ്രുതി ആന്റി എന്തായാലും റൂമിലുണ്ടാവും, നീ പോയിട്ട് വിളിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അമ്മയെ വിളിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അതേസമയം രേവതിയെ വിളിക്കുന്നുണ്ട് ശ്രുതി. രേവതി അങ്ങോട്ടേക്ക് എന്താ ശ്രുതി എന്ന് ചോദിച്ചു വരുന്നുണ്ട്. നിന്റെ ഹസ്ബൻഡിന്റെ അടുത്തും കൂടി ഇങ്ങോട്ട് വാ. എന്താ വന്നോടനെ തന്നെ ഒരു പഞ്ചായത്ത് പരിപാടി, എന്താ കാര്യം ചോദിച്ചുകൊണ്ടാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. അത് പറയാം. ശ്രീകാന്ത് വർഷയില്ലെന്ന് ചോദിക്കുന്നുണ്ടേ. ഇല്ല, അവർ രണ്ടുപേരും ഇതുവരെ വന്നിട്ടില്ല. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയണമെന്നാ വിചാരിച്ചത്. സാരമില്ല. പുറത്തേക്ക് വന്ന് ചന്ദ്രയാണെങ്കിൽ എന്താ കാര്യം എന്ന് സുധീരുടെ അടുത്ത് ചോദിക്കുകയാണേ. അമ്മേ, ഞാനിവിടെ ജീവനോട് ഉള്ളിടത്തോളം കാലം അമ്മയെ ആരുടെ മുമ്പിലും അപമാനപ്പെടാൻ വേണ്ടിയിട്ട് വിടില്ല എന്ന് പറയുന്നത് കേട്ട ഉടനെ എടാ നീ കാരണമാണടാ അമ്മ അപമാനപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സച്ചി മതി, സുധിയെ ഇൻസൾട്ട് ചെയ്യുന്ന പരിപാടി നിർത്തിക്കോണം എന്നുള്ള കാര്യം ദേഷ്യത്തിൽ ശ്രുതി പറയുന്നത് കേൾക്കുമ്പോൾ നിന്റെ ഭർത്താവ് ചെയ്ത ഓരോരോ കാര്യങ്ങൾ കാരണം മാത്രമാണ് സച്ചിയേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നത്. അതിന് മാത്രം ഞാൻ എന്താ തെറ്റ ചെയ്തെന്നുള്ള കാര്യം ചോദിച്ചിട്ട് ശ്രുതി വരുമ്പോഴേക്കും ചങ്കത്ത് കൈവച്ചിട്ട് എല്ലാ തെറ്റും ചെയ്തിട്ട് നീ എന്ത് തെറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടല്ലോ. അത്രയ്ക്കും നീ തെറ്റ് ചെയ്യുന്നത് ശീലായി പോയി. ആവശ്യമില്ലാതെ സംസാരിക്കരുത് സച്ചി എന്ന് പറഞ്ഞിട്ട് ശ്രുതി ചൂടാവുന്ന സമയത്ത് ആരാടി ആവശ്യമില്ലാതെ സംസാരിക്കുന്നത്? നീയല്ലേ ഇവിടെ എല്ലാവരും ആവശ്യമില്ലാതെ വിളിച്ചത്? ആദ്യം വിഷയം എന്താന്ന് വെച്ചാൽ കാര്യം പറ. സച്ചിയുടെ അടുത്ത് മിണ്ടാതിരിക്കും. ശ്രുതി, നീ ഒരു കാര്യമില്ലാതെ എല്ലാവരും വിളിച്ചു കൂട്ടില്ല എന്നുള്ള കാര്യം അറിയാം. എന്താ കാര്യം എന്ന് വെച്ചാൽ പറ. ബാഗിൽ നിന്നും 2 ലക്ഷം രൂപ എടുത്തിട്ട് ഇതിനകത്ത് 2 ലക്ഷം രൂപയുണ്ട് രേവതിയുടെ സ്വർണം വിറ്റതിന്റെ പണം. ശ്രുതി പെട്ടെന്ന് തന്നെ പൈസ കൊണ്ടുവന്നല്ലോ, അത് എവിടുന്നാന്നുള്ള കാര്യം ചന്ദ്ര അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ ഊരി വെച്ചിരിക്കുന്ന സ്വർണ്ണവളയൊക്കെ അവിടെ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് നോക്കിയേക്ക് എന്ന് സച്ചി കളിയാക്കി പറയണേ. അതിന്റെ ഒന്നും ആവശ്യം ഞങ്ങൾക്കില്ല എന്നും ഇത് തന്റെ അച്ഛനയച്ച പണമാണെന്നാണ് ശ്രുതി പറയുന്നത്. അച്ഛനയച്ചെന്നോ? അതിന് അവര് ജയിലിലല്ലേ എന്ന് രവി. അച്ഛാ, അവരെ ജയിലിൽ വല്ല ബാങ്ക് വെച്ചിട്ടാണ് നടത്തുന്നതെന്നാ തോന്നുന്നത്. ആ നാട്ടിലെ ജയിൽ എന്തായാലും നന്നായിട്ടുണ്ടല്ലോ. എടാ, ശ്രുതിയുടെ അച്ഛൻ ഇളയച്ചന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇവൾക്ക് അയച്ചു കൊടുത്ത പണമാണ്. ശ്രുതി, നീ പണം വേണമെന്നുള്ള കാര്യം നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ടേ. അതെ ആന്റി, ഞാൻ പറഞ്ഞു. അപ്പോ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം നീ പറഞ്ഞോ? ഇല്ല ആന്റി, ബിസിനസ് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചു മേടിച്ചത്. നമ്മുടെ ഫാമിലി വിഷയം ഞാൻ ആരടുത്തും പറയില്ല. ശ്രുതി, ആ പണം ഇങ്ങുതാ. എന്നിട്ട് സച്ചിയുടെ അടുത്ത് രേവതിയുടെ അടുത്തൊക്കെ മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞ അച്ഛന്റെ അരികിലേക്ക് വലിയ ഷോ കാണിച്ചു കൊണ്ട് ചെല്ലുന്നുണ്ടേ. അച്ഛ, ഈ പണത്തിന്റെ പേരും പറഞ്ഞിട്ടല്ലേ എല്ലാവരും എന്നെ മാറി മാറി അടിച്ചുകൊണ്ടിരുന്നത്? അത് കേട്ട ഉടനെ തന്നെ പുറകുനിന്ന് ഇങ്ങനെ ഡയലോഗ് കളിക്കുന്നുണ്ട് നമ്മുടെ സച്ചിയെ. ഏത് പ്രാവശ്യം അടിച്ചത് കാര്യത്തെക്കുറിച്ച് പറ, കാരണം നീ പലതവണ അടി മേടിച്ചിട്ടുണ്ടല്ലോ. ഇതാ അച്ഛ 2 ലക്ഷം രൂപ. നീ അതിനെ എന്റെ സ്വർണ്ണം ഒന്നും കൊണ്ടുപോയി വിറ്റിട്ടില്ലല്ലോ സുധി. നീ ആരുടെ സ്വർണ്ണാണോ വിറ്റതെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ കൊണ്ട് കൊടുക്ക്. രേവതിയുടെ കയ്യിലേക്കാണല്ലോ കൊടുക്കണമെന്ന് പറഞ്ഞത്. അത് കേട്ടിട്ട് സുധി ഇങ്ങനെ അമ്മേനെ നോക്കുവാണേ. അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണമല്ലേ നമ്മൾ കൊണ്ടുപോയി വിറ്റത്, അവളുടെ കയ്യിലേക്ക് എന്നെ കൊടുത്തേക്കടാ എന്ന് ചന്ദ്ര അവിടുന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചിക്ക് നേരെയാണ് സുധി പണം നീട്ടുന്നത്. പണം വേണ്ട എന്ന് സച്ചി പറഞ്ഞ കേട്ട ഉടനെ പണം വേണ്ടേ, വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ പണവും കൊണ്ടിട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ് സുധി. എടാ, ഒരു ഗ്യാപ്പ് കിട്ടിയാലും ഓടാൻ വേണ്ടി ശ്രമിക്കരുത്. നീ എന്താ സച്ചി പണം വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞത്? അച്ഛ, ഈ 2 ലക്ഷം രൂപ വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അവര് 5 ലക്ഷം രൂപയല്ലേ അച്ഛ തരേണ്ടത്, ഇതിൽ വെറും 2 ലക്ഷമല്ലേ ഉള്ളൂ. എന്താടാ, നീ പലിശക്കാണോ പൈസ തിരികെ കൊടുക്കുന്നത്? പകുതി തരാൻ വേണ്ടിയിട്ട്. ഇപ്പോ ഇത് പിടിച്ചോളൂ, അധികം വൈകാതെ തന്നെ ഞങ്ങള് ബാക്കി പൈസയും കൂടി തരുമെന്ന് സുധി പറയുമ്പോ, അച്ഛ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൗഡർ എടുത്തേക്ക് അച്ഛന്റെ കയ്യിൽ നിന്നും മൊത്തം 5 ലക്ഷം രൂപ മേടിച്ചു തരായിരുന്നല്ലോ. അങ്കിള് അങ്ങനെ ഒറ്റയടിക്ക് ഒരുപാട് പണമൊന്നും അയച്ചു തരാൻ വേണ്ടി പറ്റില്ല എന്ന് ശ്രുതി പറയുമ്പോ, ഇവൻ കട തുടങ്ങാൻ വേണ്ടിയിട്ട്
മൊത്തത്തിൽ 50 ലക്ഷം രൂപ ഒറ്റയടിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് എങ്ങനെയാണ്? അങ്ങനെ സച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം രേവതിക്ക് നേരെ ചെല്ലുവാണേ. രേവതി, എന്റെ അച്ഛന്റെ സിറ്റുവേഷൻ അറിയാലോ, കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ചോദിച്ചത് കൊണ്ട് മാത്രം അറേഞ്ച് ചെയ്തിട്ട് എനിക്ക് പണം തന്നതാണ്. ഇപ്പോ ഇത് പിടിച്ചോളൂ, ബാക്കി പണം ഞങ്ങൾ ഉടനെ തന്നെ തരാം. തുടർന്ന് സുധിയും പറയുന്നുണ്ട്, അച്ഛ, എന്റെ കടയിൽ നിന്ന് പറ്റിക്കപ്പെട്ട സാധനങ്ങൾ എനിക്ക് ഇതുവരെ തിരികെ കിട്ടിയിട്ടില്ല. അതിന്റെ പേരിൽ എനിക്ക് കുറച്ച് നഷ്ടം വന്നിട്ടുണ്ട്. ഇപ്പൊ അച്ഛ തൽക്കാലത്തേക്ക് ഇത് മേടിക്കാൻ വേണ്ടി പറയൂ. അത് അവനാണ് തീരുമാനം എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് രവി കൈയൊഴിയാണ്. സച്ചി ഒന്നും പറയാണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ രേവതി സച്ചിയുടെ അടുത്ത്, സച്ചിയേട്ടാ തൽക്കാലം ഇത് മേടിച്ചോളൂ, ബാക്കി പണം പിന്നെ തരാന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്. അങ്ങനെ സച്ചി ചെന്നിട്ട് പണം മേടിക്കുന്നുണ്ട്. ഇത് ഒറിജിനൽ നോട്ട് തന്നെയല്ലേ? കാരണം നിന്നെ ഒന്ന് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ലേ? നീ എല്ലാ കള്ളത്തരങ്ങളും ചെയ്യുന്നതല്ലേ, വേണമെങ്കിൽ അതും ചെയ്യും. 2 ലക്ഷം രൂപ കിട്ടി, ഇനി 53 ലക്ഷം കൂടി കിട്ടാനുണ്ടെന്ന് പറയുമ്പോ, എടാ ഇനി 3 ലക്ഷം രൂപ മാത്രമല്ലേ തരാനുള്ളൂ, അപ്പോ അച്ഛന് കൊടുക്കേണ്ട 50 ലക്ഷോ അത് ഞങ്ങൾ അങ്കിളിന് കൊടുത്തോളാം. ഇനി വീണ്ടും ഇതുപോലെ തന്നെ ശ്രുതിയെ അപമാനപ്പെടുത്തലും അടിക്കുന്ന പണിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കയ്യിലങ്ങ് വെച്ചാൽ മതി എന്ന് ശ്രുതി പറയുമ്പോ, വീണ്ടും ഇതുപോലത്തെ പണി ഒപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടി കിട്ടും. സച്ചിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇപ്പൊ എന്തായാലും നിങ്ങളുടെ പണം കിട്ടിയില്ലേ, ഓവറായിട്ട് സംസാരിക്കൊന്നും വേണ്ട. ഇപ്പോ നിനക്ക് സമാധാനമായോടി? എന്തായാലും ശ്രുതി നിന്നെ പോലെയല്ല, നല്ല ഗൗരവമുള്ള കുടുംബത്തിൽ നിന്ന് കയറി വന്നതാണ്. ശ്രുതി വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ തന്നെ മൊത്തം പണവും തിരികെ തരാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവളെടുത്ത് വിചാരിക്കാൻ വേണ്ടി പറ. അതും ഒരു ദിവസം തൂക്കി എറിയാൻ തന്നെയാണ് ഇവിടെ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെ വെല്ലുവിളിക്കാണ് ചന്ദ്ര. അത് കേട്ടിട്ട് ടെൻഷൻ ആവുന്നത് മൊത്തം ശ്രുതിക്കാണ്. ഇത് കേട്ടിട്ട് ചന്ദ്രയുടെ അടുത്ത് തിരിച്ചൊന്നും പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അതുകൊണ്ട് ശ്രുതി ഈ വെടുവായത്തരം പറയുന്നതിന് മാത്രം യാതൊരുവിധ കുറവുമില്ല. ശ്രുതിയും അവന്റെ അമ്മയും കൂടി ചെയ്ത തെറ്റിന് നീ നിന്റെ അച്ഛൻ്റെ അടുത്ത് പണം മേടിച്ചു തന്നു. ഇനിയെങ്കിലും നീ ഇവനടുത്ത് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി പറ. ചിലരുടെ വായ ഒന്ന് അടച്ചു വെക്കാനും കൂടി പറഞ്ഞേക്ക്. അവരുടെ അടുത്തൊക്കെ സംസാരിക്കുന്നത് മാത്രമല്ല, അവളുടെ മുമ്പിൽ ഇരിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോകാനുണ്ട് രവി. അതുകൂടി കേൾക്കുന്നതോടെ ചന്ദ്രയാകെ ഇല്ലാതാവുകയാണേ. അച്ഛൻ എണീറ്റ് പോയതിനു ശേഷം സച്ചി പറയുന്നുണ്ട്, രേവതി ഈ പൈസ ഉണ്ടല്ലോ നീ ഭദ്രമായിട്ട് കൊണ്ടുപോയിട്ട് കബോർഡിനകത്ത് പൂട്ടിയിട്ട് നിന്റെ കൈ തന്നെ താക്കോൽ വെച്ചോ, അല്ലെങ്കിലും പഴയതുപോലെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സച്ചി രേവതിയും പോയി കഴിഞ്ഞതിന് ശേഷം, ശ്രുതി നീ അച്ഛൻ്റെ അടുത്ത് പണം ചോദിച്ചിട്ടില്ലായിരുന്നോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് മൊത്തം പണവും ചോദിച്ചിട്ട് മേടിച്ച് കൊടുത്തുകൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര. അതിനമ്മ അക്കൗണ്ടിൽ അത്രയും പണം ഇല്ലല്ലോ എന്ന് ശ്രുതി വായെന്നറിയാണ്ട് വീണു പോവാണ്. എന്താടാ പറഞ്ഞത്? അല്ല ആന്റി, അച്ഛന്റെ അക്കൗണ്ട് ഫ്രീസ് ആയിട്ടിരിക്കുകയാണല്ലോ, അതിനെ കുറിച്ച് പറഞ്ഞതാണ്. ശരി, എന്തായാലും ഉടനെ തന്നെ ബാക്കി പണവും കൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ ഇവരുടെ മുമ്പിൽ നമുക്ക് തല ഉയർത്തി നടക്കാൻ വേണ്ടി പറ്റുള്ളൂ. പണം കൊടുത്ത കാര്യത്തെക്കുറിച്ച് ആ വർഷയുടെ അടുത്തും കൂടി ഒന്ന് ശ്രുതി പറഞ്ഞേക്ക്. അവളുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തോ കൊലക്കുറ്റം ചെയ്തതുപോലെയാണ്. എല്ലാം ഇവൻ ഒറ്റൊരുത്തനാന്നൊക്കെ പറഞ്ഞിട്ട് പ്രാഗിക്കൊണ്ട് ചന്ദ്ര അവിടുന്ന് പോകുന്നുണ്ടേ. ഓ ശ്രുതി, എന്തായാലും 2 ലക്ഷം രൂപ കൈവിട്ട് പോയല്ലോ എന്ന് ശ്രുതി പറയുന്നത് കേട്ട ഉടനെ, ഇതൊക്കെ ആ സ്വർണ്ണം എടുക്കുന്നതിന് മുമ്പ് ചിന്തിക്കണമായിരുന്നു പറഞ്ഞിട്ട് 4 ഒരെണ്ണം പൊട്ടിച്ചിട്ടങ്ങ് പോവാണ് ശ്രുതി ദേഷ്യം പിടിച്ചിട്ട്. തുടർന്ന് സച്ചിൻ രേവതി രാത്രി കിച്ചണിൽ നിൽക്കുവാണ്. രേവതി പാല് ചൂടാക്കി തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നും വേണ്ട, ഞാൻ കിടക്കാൻ വേണ്ടി പോവാണ്, രാവിലെ നേരത്തെ പോണോ എന്ന് സച്ചിയുടെ അടുത്ത് രേവതി ചോദിക്കുമ്പോൾ, കുറച്ച് നേരത്തെ പോണം, ഞാൻ മാത്രമല്ല നീയും കൂടി എൻ്റെ കൂടെ വരണം. ഞാൻ എങ്ങോട്ടാ വരേണ്ടത്? നമുക്ക് നാളെ രാവിലെ തന്നെ സ്വർണം മേടിക്കാൻ വേണ്ടി പോകണം. ആ ഓടിപ്പോയവൻ 2 ലക്ഷം രൂപ തന്നല്ലോ, അത് വീട്ടിൽ തന്നെ വെക്കുന്നത് ഒട്ടും സേഫ് ആയിട്ടുള്ള കാര്യമല്ല. പൗഡർ എടുത്താണെങ്കിൽ കുറച്ച് രോക്ഷക്കാരി ആയതുകൊണ്ടാണ് 2 ലക്ഷം രൂപയെങ്കിലും കിട്ടിയത്. ആ സ്ഥാനത്ത് സുധിയായിരുന്നെങ്കിൽ ഒരു പൈസ പോലും കിട്ടില്ലായിരുന്നു. നാളെ എന്തായാലും നമുക്ക് രാവിലെ തന്നെ പോയിട്ട് സ്വർണം മേടിക്കാം. എനിക്ക് സ്വർണ്ണമൊന്നും വേണ്ട സച്ചിയേട്ടാ. അതെന്താന്ന് ആദ്യം ചോദിക്കുന്നുണ്ടെങ്കിലും, ഓ ശരിയാണല്ലോ, നമ്മൾ മുകളിൽ റൂം കെട്ടണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, അതും ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. 5 ലക്ഷത്തിൽ എന്തായാലും 2 ലക്ഷം കിട്ടി, ബാക്കിയും കൂടി നമ്മൾ അറേഞ്ച് ചെയ്താൽ മതി. അതല്ല സച്ചേട്ടാ, അത് നമുക്ക് കുറച്ചേച്ച് ചേർത്ത് വെച്ചിട്ട് റൂം കെട്ടാം. ഈ പണത്തിൽ നമ്മൾ വേറൊരു കാര്യമാണ് ചെയ്യേണ്ടത്. എന്താന്ന് സച്ചി ചോദിക്കുമ്പോൾ, നമുക്ക് സെക്കൻഡ് ഹാൻഡിൽ ഒരു കാർ മേടിച്ചാലോ? അന്ന് സച്ചേട്ടൻ പറഞ്ഞിട്ടില്ലായിരുന്നോ ഒരു കാറും കൂടി മേടിച്ചിട്ട് നമുക്ക് അത് വാടകയ്ക്ക് കൊടുക്കാന്ന്? ശരിയാണ് രേവതി, ഞാൻ ആ കാര്യം അങ്ങ് വിട്ടുപോയി. 2 കാർ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ചെങ്കിലും പണം നിൽക്കും. അതും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നിനക്ക് സ്വർണം വേണ്ടേ? ഞാൻ അന്നേ അമ്മയുടെ അടുത്ത് പറഞ്ഞതല്ലേ, സച്ചേട്ടൻ അധ്വാനിച്ച് മേടിച്ചു തരുന്ന പണം കൊണ്ടുള്ള സ്വർണം മാത്രമേ ഞാൻ ഇടുള്ളൂ എന്നുള്ള കാര്യം. അതിൽ നിന്ന് എന്തായാലും ഞാൻ മാറാൻ വേണ്ടി പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാർ തന്നെ മേടിക്കാം എന്ന് സച്ചി തീരുമാനിക്കുകയാണ്. എന്തായാലും 2 കാർ ഓടിക്കുന്ന സമയത്ത് അച്ഛനും അത് സന്തോഷമാകും. അതെ, അച്ഛന് സന്തോഷമാകും എന്ന് സച്ചിൻ പറയുമ്പോൾ അച്ഛന് അത് കേൾക്കുമ്പോൾ സന്തോഷമാവും. പക്ഷേ ഇപ്പൊ അച്ഛൻ സന്തോഷത്തിലല്ലല്ലോ. എന്താ സച്ചേട്ടൻ ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നത്? അച്ഛൻ അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നില്ലല്ലോ. എന്താണെന്നുണ്ടെങ്കിൽ അച്ഛൻ അമ്മയുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാറില്ലേ? അമ്മയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ ഇങ്ങനെ ഓരോന്ന് പറയെങ്കിലും ഒരിക്കലും അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാതിരിക്കില്ല. ഇപ്പോൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിട്ട് ഒന്ന് സംസാരിക്കുന്ന പോലും ഇല്ല. ബാമാൻറ്റി വന്നിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വിചാരിച്ചത്, എന്നാൽ പ്രശ്നം കൂടുതൽ വഷളായി. അമ്മയാണെങ്കിൽ കുറച്ച് ഓവറായിട്ട് സംസാരിക്കുകയും ചെയ്തു. സച്ചേട്ട ഇങ്ങനെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും സംസാരിക്കാതിരിക്കുകയും വീട്ടിൽ സന്തോഷം ഉണ്ടാവില്ല,
ഈ പ്രശ്നം വഷളാകുകയും ചെയ്യും. നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അച്ഛൻ ആദ്യം നമ്മളെ ചീത്ത പറഞ്ഞു വിട്ടതാണ്. പക്ഷേ എങ്കിലും നമുക്ക് ഒന്നും കൂടി സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയും കൂട്ടിയിട്ട് അച്ഛൻ്റെ അരികിലേക്ക് ചെല്ലുവാണേ. അച്ഛൻ്റെ അരികിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് അച്ഛൻ അവിടെ ഹാളിൽ സോഫയിൽ കിടക്കുവാണേ. അച്ഛൻ എന്താ ഇവിടെ കിടക്കുന്നത്? പിന്നല്ലാതെ ഞാൻ ടെറസിൽ പോയി കിടക്കണോ? അച്ഛൻ പോയിട്ട് റൂമിൽ കിടക്ക്. എടാ, എവിടെ കിടന്നാലും എന്താ പ്രശ്നം? ഞാൻ എവിടെ കിടന്നാലും നന്നായിട്ട് ഉറങ്ങുന്നുള്ള കാര്യം നിനക്കറിയാലോ. അച്ഛൻ ഓൾറെഡി ഡസ്റ്റ് അലർജി ഉള്ളതല്ലേ, ഇവിടെയാണെങ്കിൽ കാറ്റും കയറില്ല. പോയിട്ട് റൂമിൽ AC ഉള്ളതല്ലേ, അവിടെ പോയി കിടക്ക്. എടാ, ഞാനെന്താ ജനിച്ച മുതലേ AC-യിലാണോ കിടന്നത്? വീട്ടിൽ തറയിലല്ലേ കിടന്നിട്ടുണ്ടായിരുന്നത്? അല്ലെങ്കിലും അച്ഛൻ എന്തിനാ അച്ഛൻ ഇവിടെ കിടക്കുന്നത്? അച്ഛൻ റൂമിൽ പോയി കിടക്കുന്നത് രേവതിയും പറയുന്നുണ്ട്. അച്ഛൻ ചെറിയ കുട്ടികളെ പോലെ കളിക്കല്ലേ. അമ്മ അകത്തുള്ളത് കൊണ്ടല്ലേ അച്ഛൻ അവിടെ പോയി കിടക്കാത്തത്. ആദ്യം അച്ഛൻ ചെന്നിട്ട് അമ്മയുടെ അടുത്ത് സംസാരിക്കേ, എന്നിട്ട് അവിടെ പോയി കിടക്ക്. അച്ഛന്റെ ഈ ദേഷ്യവും വാശിയൊക്കെ ഒന്ന് അവസാനിപ്പിക്കേ. അവരച്ഛ സ്വർണത്തിന്റെ പണം തരാന്നുള്ള കാര്യം പറഞ്ഞു. 2 ലക്ഷം രൂപ തരുകയും ചെയ്തു. പിന്നെ എന്തിനാ അച്ഛൻ ഈ പ്രശ്നം വഷളാക്കി പോകുന്നത്? അച്ഛൻ അമ്മയുടെ അടുത്ത് പോയി സംസാരിക്കേ. ഇത് കേട്ട രവിയാണെങ്കിൽ രേവതിയുടെ അടുത്ത് പറയുന്നത്, രേവതി, പ്രശ്നം പണമല്ല, അവളുടെ ഗുണമാണ്. ഇതൊക്കെ അച്ഛൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, പോയിട്ട് അമ്മയുടെ അടുത്ത് സംസാരിക്കേ. എടാ, ഞാൻ നിന്റെ അടുത്ത് അന്നേ പറഞ്ഞതല്ലേ, ഇത് എന്റെ ഭാര്യയ്ക്കും എനിക്കും ഇടയിലുള്ള പ്രശ്നമാണ്, ഇതിൽ നീ തലയിടരുതെന്ന്. ഇതൊക്കെ അച്ഛൻ നന്നായിട്ട് സംസാരിക്കേ. എന്നിട്ടൊരു വര വരച്ചിട്ട് ഞങ്ങളുടെ അടുത്തൊന്നും മിണ്ടണ്ടെന്നുള്ള കാര്യം പറ. അച്ഛൻ എന്തായാലും അച്ഛന് തോന്നുമ്പോൾ സംസാരിച്ചോളൂ. ഇപ്പൊ എന്തായാലും പോയിട്ട് റൂമിനുള്ളിൽ കിടന്നുറങ്ങ്. അപ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ തലണിയും പായൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. എനിക്ക് ഇവിടെ നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടി പറ്റും, പിന്നെ ഞാൻ എന്തിനാ റൂമിലേക്ക് പോകുന്നത്? ഇത് കേട്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ, രേവതി, ഞാൻ കാരണം ആരും പുറത്ത് കിടക്കണ്ട, റൂമിൽ പോയി കിടന്നോളാൻ വേണ്ടി പറ. റൂമിൽ നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ പുറത്താണ് കിടക്കുന്നത്. അത് കേട്ടിട്ട് സച്ചിൻ രേവതിയും അമ്മ ഇങ്ങനെ നോക്കുവാണേ. എന്താടി, ഞാൻ ഇവിടെ കിടക്കാൻ വേണ്ടി പറ്റില്ലേ? ഇനിയിപ്പോ പോയിട്ട് റോട്ടിൽ കിടക്കണോ എന്നൊക്കെ ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണേ. അല്ല അമ്മേ ഉള്ളിൽ പോയി കിടന്നോളൂ, അച്ഛൻ അങ്ങോട്ടേക്ക് വരും. വേണ്ട, ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം, ഞാൻ കാരണം ആരും കഷ്ടപ്പെടണ്ട. അച്ഛാ, വാ അച്ഛാ, റൂമിനുള്ളിൽ പോവാന്ന് പറഞ്ഞിട്ട് സച്ചി പിടിക്കുമ്പോഴേക്കും, വിട്ടേക്ക്, ഞാൻ കിടന്നോളാം. അങ്ങനെ സച്ചി അച്ഛന്റെ കൂടെ പോകുന്നുണ്ടേ. അമ്മയെ റൂമിനുള്ളിലേക്ക് ചെല്ലേ എന്ന് രേവതി പറയുന്ന സമയത്ത്, ഞാൻ പുറത്തേക്ക് വന്നത് കൊണ്ടാണല്ലോ അദ്ദേഹം അങ്ങോട്ടേക്ക് പോയത്. ഇതല്ലേ നീ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്? ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം, മാറിപ്പോയെന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് ആട്ടുവാണ് ചന്ദ്ര. അങ്ങനെ ചന്ദ്ര റൂമിന്റെ പുറത്തും രവി ഉള്ളിലുമാണ് കേട്ടോ കിടന്നുറങ്ങുന്നത്.